ഈ അനുഗ്രഹീതമായ സമയത്തിനായി ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതുവരെ നമുക്ക് വേണ്ട ആത്മീയ സന്ദേശങ്ങളും അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്ന പ്രിയ അച്ചായനോടും ഉള്ള പ്രത്യേക നന്ദി. ഇന്നും അല്പം വൈകിപ്പോയി. ഞങ്ങൾ ഒരു യോഗം കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ള യാത്രാമധ്യത്തിലാണ്. ഈ യാത്രാമധ്യത്തിലായതുകൊണ്ടുള്ള അസ്വസ്ഥതകൾ, അസൗകര്യങ്ങളൊക്കെ ഉള്ളത് ദൈവമക്കൾ സദൈവം ക്ഷമിച്ചാലും നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽക്കുള്ള വാക്യങ്ങൾ ആണല്ലോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ 8ഉം 9ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. നാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭാഗങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ സകല സൃഷ്ടിയുടെ മേലും അധികാരമുള്ളവനായി ദൈവം ആക്കി. എങ്കിലും പാപം നിമിത്തം അവന് വീഴ്ച സംഭവിച്ചു. അതുകൊണ്ട് ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ സകലവും അവന്റെ കാൽ കീഴാക്കി. എങ്കിലും ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി നാം കാണുന്നില്ല എന്നാണ് നാം 8-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. അപ്പോൾ തന്നെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് യേശുവിനെ നാം മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു എന്നുള്ളത്. ഇന്നലെ നാം ആ ഭാഗത്തു നിന്നും ചിന്തിച്ചത്, മനസ്സിലാക്കിയത്, കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുകൊണ്ട്, ക്രൂശിൽ മരണം അനുഭവിച്ചതുകൊണ്ട്, യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചതുകൊണ്ട് ദൈവം നമ്മുടെ കർത്താവായ യേശുവിനെ ഉയർത്തി തേജസ്സും ബഹുമാനവും മഹത്വവും ഒക്കെ അണിയിച്ചതായിട്ടാണ്. അതിൽ നിന്നും നാം ഇന്നലെ കണ്ടത്, there is no crown without the cross. ക്രൂശില്ലാതെ കിരീടമില്ല എന്നൊരാശയമാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. അതോടൊപ്പം തന്നെ നാം ഇന്നലെ മനസ്സിലാക്കി, യേശുക്രിസ്തു തേജസ് ധരിച്ചതുകൊണ്ട്, യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നമുക്കും ആ സാധ്യതയുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. സ്തോത്രം. We are heirs of God as God's children, and also we are co-heirs with Christ Jesus. സ്തോത്രം. ഇതാണ് നാം ഇന്നലെ കണ്ടത്. അതിൽ 2 കാര്യങ്ങൾക്കാണ് യേശുക്രിസ്തുവുമായി നമുക്ക് കൂട്ടവകാശമുള്ളതെന്നും നമ്മൾ കണ്ടു. ഒന്ന് തേജസ്, മറ്റൊന്ന് കഷ്ടാനുഭവങ്ങൾ. സ്തോത്രം. നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന തേജസ്സിന് ആധാരമായിട്ടുള്ള 4-5 കൂട്ടം കാര്യങ്ങളും ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തുകയായിരുന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ വീണ്ടും
ഈ രണ്ട് വാക്യങ്ങളിൽ നിന്നും യേശുവിനെ കാണുന്നു എന്ന ആശയത്തോടനുബന്ധിച്ച് വീണ്ടും നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് അതിൻ്റെ 9-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? But we see him who for a little while was made lower than the angels, namely Jesus, crowned with glory and honor because of the suffering of death, so that by the grace of God he might taste death for everyone. സ്തോത്രം. We see Jesus. യേശുവിനെ കാണുന്നു, യേശുവിനെ കാണുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കി മനുഷ്യകുലത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന്. മനുഷ്യകുലത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിനെയാണ് കാണേണ്ടത്, നോക്കേണ്ടത്. നമ്മൾ നേരത്തെയും ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്, വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ക്രിസ്തുമയമാണ്. ക്രിസ്തുമയമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം നോക്കിയാൽ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതാണ്. നമുക്ക് ഓൺലൈനിലും സോഷ്യൽ മീഡിയാസിലുമൊക്കെ ഒത്തിരി കേൾക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണല്ലോ ബൈബിളിലെ ഓരോ പുസ്തകത്തിലും യേശു ക്രിസ്തുവിനെ നാം എങ്ങനെ കാണുന്നു എന്നുള്ളത്. ചിലത് വെറുതെ പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളതിൽ. അതിനേക്കാൾ വ്യക്തതയോടെ ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റ് കാര്യങ്ങൾ ചില പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. ഒന്ന് മാത്രമല്ല, ഒന്നിലധികം രീതിയിൽ യേശുവിനെ ചിത്രീകരിക്കുന്ന പുസ്തകങ്ങളും ഉണ്ട്. സ്തോത്രം. നമുക്കറിയാം, ഏറ്റവും ആദ്യമായി യേശുക്രിസ്തുവിനെ നാം കാണുന്നത് ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലാണല്ലോ. സ്ത്രീയുടെ സന്തതിയായി സാത്താന്റെ അല്ലെങ്കിൽ പാമ്പിന്റെ തലയെ തകർക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച്. അവിടെ തുടങ്ങി ഇങ്ങോട്ട് വേദപുസ്തകത്തിലെ ഏതൊരു പുസ്തകം വായിച്ചാലും നമുക്ക് യേശുവിനെ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. യേശുവാണ് തെളിഞ്ഞു നിൽക്കുന്ന കഥാപാത്രം വേദപുസ്തകത്തിനകത്ത്. അത് വെളിപ്പാട് പുസ്തകം വരെയും അങ്ങനെയാ. ചില പുസ്തകങ്ങളിൽ അല്പം മറഞ്ഞോ മാഞ്ഞോ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ചില പുസ്തകങ്ങളിൽ വളരെ വ്യക്തതയോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ യേശുവിനെ കാണുക എന്ന ഒരു ആശയത്തോടനുബന്ധിച്ചാണ് നാം നോക്കുന്നത്. സ്തോത്രം. നമ്മൾ കണ്ടതുപോലെ മനുഷ്യകുലത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും. സ്തോത്രം. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതം എടുത്താലും നമുക്ക് ഉണ്ടായിട്ടുള്ള ശ്രേഷ്ഠത, നമുക്കുണ്ടായിട്ടുള്ള മാന്യത, നമുക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം, ഇതെല്ലാം ഒരൊറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കർത്താവിനെ കണ്ടു. സ്തോത്രം. കർത്താവിനെ കണ്ടു. കാണുവാൻ നമ്മൾ കർത്താവിനെ നോക്കുക. സ്തോത്രം. നമ്മള് സുവിശേഷ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് സക്കായിയെ കുറിച്ചുള്ള പാഠം അറിയാമല്ലോ. അവൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ കാട്ടത്തിന്മേൽ കയറി. ആ കാണുക എന്നുള്ളതിന് ഒത്തിരി അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം. അതുപോലെ തന്നെ മുടിയൻ പുത്രൻ എന്ന് നമ്മൾ വിളിക്കാറുള്ള ആ ധൂർത്തപുത്രനെ, ആ ഇളയ പുത്രനെ പിതാവ് ദൂരെ വെച്ച് തന്നെ കണ്ടു. ആ കണ്ടു എന്നുള്ളതിൽ, കാണുക എന്നുള്ളതിലൊക്കെ വളരെ ആഴമേറിയ പല സത്യങ്ങളുമുണ്ട്. C.H. സ്പർജനെ പോലെയൊക്കെ ഉള്ളവര് അതിൻ്റെയൊക്കെ ആഴങ്ങൾ വളരെ വിശാലമായിട്ട് എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടും ഒക്കെ ഉണ്ട്. നിങ്ങളും പലരും
ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും വായിച്ചിട്ടും ഉണ്ടാകും. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അതിൽ ചിലതൊക്കെ വായിച്ചത് ഓർക്കുന്നു. പക്ഷെ അതിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. സ്തോത്രം. ആ സന്ദർഭത്തിൽ ഒരു കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തണമെന്ന് ഇന്ന് എൻ്റെ പഠനത്തിലും ധ്യാനത്തിലും തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഇനി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ യേശുവിനെ സീ ജീസസ്, വി സീ ജീസസ്, നാം യേശുവിനെ കാണുന്നു, നാം യേശുവിനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ CH സ്പർജന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഒരു കാര്യം എടുത്ത് ഉദ്ധരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. CS സ്പർജൻ രക്ഷിക്കപ്പെടുന്നതിന് കാരണമായി തീർന്നത് ഇതുപോലെയുള്ള ഒരു പ്രസ്താവനയാണ്. നമുക്കേറെ അറിയാവുന്ന ഒരു വാക്യമുണ്ടല്ലോ. പണ്ടൊക്കെ നമ്മുടെ കേരളത്തിൽ കൺവെൻഷനുകളിൽ വിളിച്ചു പറയുന്ന ഒരു വാക്യം, മുദ്രാവാക്യമായിട്ട് വിളിച്ചു പറയാറുണ്ടായിരുന്ന ഒരു വാക്യം. ഇപ്പം വളരെ വിരളമായി മാത്രമേ ആ വാക്യം കേൾക്കാറുള്ളൂ കൺവെൻഷൻ വേദികളിൽ പോലും. കാരണം ഇന്നിപ്പം കൺവെൻഷൻ എന്ന് പറയുന്നത് നാട്ടില് ഒരു ഉപവാസ പ്രാർത്ഥനയുടെ പ്രതീതിയാണ്. കൺവെൻഷൻ എന്ന് പിന്നെ അതിനങ്ങ് പേര് വെച്ചിരിക്കുന്നു. പേര് തന്നെ മാറി. ഇംഗ്ലീഷിൽ കൺവെൻഷൻ എന്ന് വിളിക്കാറുണ്ടെങ്കിലും സുവിശേഷ യോഗം എന്നുള്ള പേര് തന്നെ മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. യെശയ്യാ പ്രവചനം 45 അധ്യായത്തിന്റെ 22 വാക്യം, ഐശയ്യാ 45:22. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. സ്തോത്രം. അടുത്ത വാക്യം കൂടെ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കും. സ്തോത്രം. റോമാലേഖനത്തിലും ഫിലിപ്പ് ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ എടുത്ത് ഉദ്ധരിക്കുന്ന ഭാഗങ്ങൾ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനെ പൗലോസ് തൻ്റെ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും എന്നുള്ള ഭാഗങ്ങൾ. നമുക്കതിൻ്റെ ആദ്യ ഭാഗമാണ് വേണ്ടത്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. ഇംഗ്ലീഷിൽ കൂടെ അതിന്റെ ആദ്യത്തെ ഭാഗം ഒന്ന് വായിച്ചോളൂ. Turn to me and be saved, all the ends of the earth. Turn to me and be saved. ചില വേർഷൻസിലൊക്കെ ലുക്ക് unto me എന്നാണ്. സ്തോത്രം. ലുക്ക് unto me. സ്തോത്രം. എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുക എന്നത്. നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും, പ്രസംഗികളുടെ പ്രഭു, പ്രിൻസ് ഓഫ് പ്രീച്ചേഴ്സ് എന്നറിയപ്പെടുന്ന CH സ്പർജന്റെ ജീവിതാനുഭവം. ഈ വാക്യമാണ് സ്പർജനെ രക്ഷയിലേക്ക് നയിച്ചതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഒരു പഴയ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ CH സ്പർജന്റെ ടീനേജിൽ, കൗമാരപ്രായത്തിൽ, മാനുഷ്യഭാഷയിൽ പറഞ്ഞാൽ അബദ്ധത്തിൽ ചെന്നുപോയി. Accidentally he happened to attend a very old primitive Baptist church while he was a teenager. അപ്പനും വല്യപ്പനും ഒക്കെ സുവിശേഷകരായിരുന്നെങ്കിലും സ്പർജന് ആ അനുഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അബദ്ധത്തിൽ ചർച്ചിൽ പോയതാ. അന്ന് ഭയങ്കര തണുപ്പുള്ള ദിവസമാണ്. മഞ്ഞ് ധാരാളമായിട്ട് വീണ്, സ്നോഫോൾ, മഞ്ഞ് വീഴ്ച കൊണ്ട് അവിടുത്തെ പാസ്റ്റർക്ക്, പ്രസംഗകൻ അന്ന് വരാൻ പറ്റിയില്ല. കുറച്ചു പേര് മാത്രമേ ചർച്ചിൽ വന്നിട്ടുള്ളൂ. അവിടുത്തെ പ്രസംഗിക്കേണ്ട ആൾക്ക്, പാസ്റ്റർക്ക് വരാൻ പറ്റാഞ്ഞത് കൊണ്ട് അവിടുത്തെ ഒരു ലേമാൻ, അവിടുത്തെ ഒരു സാധാരണ
നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അച്ചായന അന്ന് പ്രസംഗിച്ചത്. ഹി വാസ് നോട്ട് അറ്റ് ഓൾ പ്രിപ്പയർഡ് ടു പ്രീച്ച്. അൺപ്രിപ്പയർഡ് ലേമൻ, പ്രസംഗം തയ്യാറാക്കാതെ വന്ന ഒരാളിന് മീറ്റിംഗ് നടത്തേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം എടുത്തു വെച്ച വാക്യമാണ് ഈ 45:22 യെശയ്യാവ്. പ്രസംഗമൊന്നും ഇല്ലാത്ത പാസ്റ്റർമാര് സമയം കളയാൻ വേണ്ടി പറയുന്നത് പോലെ ഇദ്ദേഹവും വേറെ ഒന്നും പറയാനില്ല, ഈ വാക്യം തന്നെ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ലുക്ക് അൺടു ഹിം ആൻഡ് ബി സേവ്ഡ്. എങ്കിലേക്ക് നോക്കി അല്ലെങ്കിൽ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പീൻ എന്നുള്ള വാക്യം തന്നെ ഇദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ആദ്യമായിട്ട് ആ ചർച്ചിൽ ചെന്ന ഈ കൗമാരക്കാരനായ സ്പർജന്റെ നേരെ തിരിഞ്ഞ് അദ്ദേഹം വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, ഓ യങ് മാൻ, യു ലുക്സ് സോ മിസറബിൾ, ബട്ട് turn to him, look unto him and be saved. ചെറുപ്പക്കാരാ, നീ വളരെ വിഷണ്ണനായി കാണപ്പെടുന്നു. എന്നിട്ട് പറഞ്ഞു, അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കാൻ. എന്നിട്ട് ആ പ്രസംഗകൻ പറഞ്ഞു, it is not necessary to go to a university or a college to learn to look. നോക്കാൻ വേണ്ടി പഠിക്കാൻ കോളേജിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അവങ്കിലേക്ക് നോക്കുക, രക്ഷ പ്രാപിക്കുക. ഒരു പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരു സാധാ സഭാവിശ്വാസി, പാസ്റ്റർ, പ്രസംഗകൻ വരാഞ്ഞതുകൊണ്ട് പ്രസംഗിച്ച ആ മനുഷ്യൻ ഈ പയ്യനെ നോക്കി വിളിച്ചു പറഞ്ഞ വാക്യം ഇദ്ദേഹത്തിന്റെ അകത്ത് രൂപാന്തരം വരുത്തി. അതായിരുന്നു പ്രസംഗകനായ CH സ്പർജന്റെ ആത്മീയ ജനനം. അദ്ദേഹം പലപ്പോഴും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എഴുത്തുകാർ പലരും എഴുതാറുള്ള ഒരു സംഗതി, ഈ യേശുവിനെ നോക്കി CH സ്പർജൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ ഇന്നും യേശുവിനെ നോക്കിയാൽ അവനെ കാണുന്നവർ രക്ഷിക്കപ്പെടും, രക്ഷ പ്രാപിക്കും. നമ്മുടെയും അനുഭവം അതല്ലേ? നാമും ഈ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കണ്ടതല്ലേ നമ്മുടെയും ജീവിതത്തിന് രൂപാന്തരം വരുവാൻ കാരണമായത്? എന്നാൽ ഗലാത്യരെ പോലെ പൗലോസ് പറയുന്നുണ്ട്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. വായിച്ചോ. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? സ്തോത്രം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ അവങ്കൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ കഴിയാതെ അവർ മറ്റൊരു ക്രിസ്തുവിലേക്കും വേറൊരു സുവിശേഷത്തിലേക്കും തിരിഞ്ഞുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ പലപ്പോഴും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നമ്മുടെയും മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നമ്മുടെയും ശ്രദ്ധ മറ്റ് പലതിലേക്കും പതറിപ്പോയിട്ടുണ്ട് എന്ന നമ്മുടെ പരാജയം സമ്മതിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വന്നാൽ, സ്തോത്രം, കർത്താവിനെ നാം നോക്കിയാൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് കാരണമാകും. സ്തോത്രം, വിജയത്തിന് കാരണമാകും. സകല ഭൂസീമാവാസികൾക്കും നോക്കുവാൻ കഴിയുന്നത് പോലെ, കാണുവാൻ കഴിയുന്നത് പോലെ, കണ്ടെത്തിരിയുവാൻ കഴിയുന്നത് പോലെ ദൈവം യേശുവിനെ ഉയർത്തിയിരിക്കുന്നു. നമുക്കറിയാവുന്ന ചില വാക്യങ്ങൾ കൂടെ അതോട് ചേർത്ത് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം
3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ജോൺ 3:14. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. സ്തോത്രം. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ കാര്യമാണ് പറയുന്നത്. അതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. സ്തോത്രം. യേശു കർത്താവ് സ്വയം തന്നെപ്പറ്റി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. നമുക്കറിയാം, ഇസ്രായേലിന്റെ മത്സരം കൊണ്ട്, പിറുപിറുപ്പ് അല്ലെങ്കിൽ പാപം കൊണ്ട് ദൈവം അവരെ അഗ്നിസർപ്പങ്ങളാൽ ശിക്ഷിച്ചു. സർപ്പദംശനമേൽക്കുന്നവർ മരിച്ചു വീഴുന്നു. മോശയുടെ മധ്യസ്ഥതയിൽ ദൈവം അതിന് പരിഹാരം വരുത്തുകയാണ്. I think this is the last miracle Moses did. ഇസ്രായേലിന്റെ മരുഭൂയാത്രയിൽ മോശയിലൂടെ ദൈവം ചെയ്ത ഏറ്റവും ഒടുവിലത്തെ അത്ഭുതമാണ് ഈ പ്രത്യേക സംഭവം. സ്തോത്രം. ഇവിടെ നാം കാണുന്നത് അനുസരണം കെട്ട ഇസ്രായേലിനെ അഗ്നിസർപ്പങ്ങളെ കൊണ്ട് ദൈവം ശിക്ഷിച്ചു. അവർ നിലവിളിച്ചപ്പോൾ ദൈവം മനസ്സലിഞ്ഞു. എന്നാൽ ആ സർപ്പങ്ങളെ നീക്കുന്നതിന് പകരം ദൈവം ഒരു നിബന്ധന വെച്ചു. എ പ്രൊവിഷൻ ആൻഡ് എ സജഷൻ, നോട്ട് എ സജഷൻ, ആക്ച്വലി എ കമാൻഡ്മെന്റ്. A provision was lifting up a brazen serpent, and the commandment was look unto that lifted up serpent after being bitten by these original poisonous serpents. അഗ്നിസർപ്പങ്ങളാൽ, വിഷസർപ്പങ്ങളാൽ ദംശനമേറ്റ ശേഷം രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തെ ആ വലിയ ക്യാമ്പിന്റെ, ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും വലിയ പാളയത്തിന്റെ എവിടെ നിന്ന് നോക്കിയാലും, എങ്ങും പോകണ്ട, അവരായിരിക്കുന്ന ഇടത്തു നിന്നും നോക്കിയാൽ കാണുമളവിൽ ഉയർത്തിയിരിക്കുന്ന പിച്ചള സർപ്പത്തിങ്ങ നോക്കിയാൽ സർപ്പദംശനമേറ്റവർക്ക് മോചനം ഉണ്ടായിരുന്നു. അത് ഇറ്റ്സ് എ ടൈപ്പോളജി. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മാതൃകയായി കാണപ്പെടുന്ന ഒരു കാര്യമാണിത്. സ്തോത്രം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് സമാനമായി ഇതുപോലെ പാപം നിമിത്തം മരണത്തിന് അധീനപ്പെട്ടു പോയ പഴയ പാമ്പായ സാത്താന്റെ ചതിവിലകപ്പെട്ട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന് ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് അർഹരായി തീർന്ന മാനവകുലത്തിന് ദൈവം കൊടുത്ത പരിഹാര മാർഗമാണ് കർത്താവായ യേശു. സ്തോത്രം. പാപത്തെ നീക്കിയില്ല, സർപ്പത്തെ നീക്കാഞ്ഞതുപോലെ പകരം ഒരു പരിഹാരം നൽകി. എവിടെ കിടന്ന് എത്ര കടുത്ത വിഷബാധയേറ്റാലും ഈ പിച്ചള സർപ്പത്തെ നോക്കിയാൽ മതി. എത്ര കൊടും പാപിക്കും ക്രൂശിൽ ഉയർത്തപ്പെട്ട യേശുവിനെ നോക്കിയാൽ, വിശ്വാസത്തോടെ നോക്കിയാൽ, ആശ്രയത്തോടെ നോക്കിയാൽ, ആവശ്യബോധത്തോടെ നോക്കിയാൽ അവന്റെ പാപം എന്ന
ദൈവത്തിന്റെ ക്രോധം എന്ന, ദൈവത്തിന്റെ ശിക്ഷാവിധി എന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ട്. സ്തോത്രം. യേശുവിന് രക്ഷിപ്പാൻ കഴിയാത്ത തരത്തിലെ കൊടും പാപികളാരുമില്ല എന്നുള്ളതും, യേശുവിനെ കൂടാതെ രക്ഷ പ്രാപിപ്പാൻ കഴിയുന്ന നീതിമാന്മാരാരുമില്ല എന്നുള്ളതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കതറിയാം. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു സ്വയം തന്നെപ്പറ്റി തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ യേശുക്രിസ്തുവിനെ ഉയർത്തേണ്ടതാകുന്നു. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. അതിനോട് ചേർത്ത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 12-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. 32 തൊട്ട് വായിച്ചോ. 32, 33, 34. John 12:32-34. Yes, please. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. പുരുഷാരം അവനോട്, ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിന് നീ പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ ആരെന്ന് ചോദിച്ചു. വിശദീകരണവും വ്യാഖ്യാനവും കൂടാതെ നമുക്ക് മനസ്സിലാകുന്ന ഭാഗമാണ്. യേശുക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ തന്റെ കേൾവിക്കാരോട് പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. ഞാനോ ഉയർത്തപ്പെട്ടാൽ ഞാൻ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. സ്തോത്രം. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അത് കർത്താവിന്റെ ക്രൂശീകരണത്തെ പറ്റി പറഞ്ഞതാണെന്ന് 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ 3:14 വാക്യത്തോട് ഈ വാക്യങ്ങളെയും ചേർത്ത് വച്ചാൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയാണ് നാം കാണുന്നത്. സ്തോത്രം. ആ ഉയർത്തപ്പെട്ട യേശു, സ്തോത്രം, ഉയർത്തപ്പെട്ട യേശു, ആ ഉയർത്തപ്പെടുക എന്നുള്ളതിന്, ഉയർത്തുക എന്നുള്ളതിന്, സ്തോത്രം, 2 അർത്ഥങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 അർത്ഥങ്ങളുണ്ട്. സ്തോത്രം. ലിഫ്റ്റഡ് അപ്പ്, ഉയർത്തപ്പെടുക എന്നുള്ളതിന്. സ്തോത്രം. അവിടെ ഹുപ്സു എന്ന ഒരു ഗ്രീക്ക് പദമാണ് കാണുന്നത്. HUPSO. ഹുപ്സു. ഹുപ്സു. ഹുപ്സു എന്നുള്ളതിന് 2 തരത്തിലെ അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ലിറ്ററൽ, അക്ഷരീയമായിട്ട് ലിഫ്റ്റിംഗ് അപ്പ്, ഉയർത്തുക, പൊക്കുക എന്ന അക്ഷരീയമായ അർത്ഥമുണ്ട്. റേസിംഗ് അപ്പ്, ടു ആൻ എലിവേറ്റഡ് പൊസിഷൻ, നിലത്ത് നിന്നും മുകളിലേക്ക് പെട്ടെന്ന് കാണത്തക്ക നിലയിലേക്ക് പൊക്കിയെടുക്കുക എന്നൊരർത്ഥം അതിനുണ്ട്. മറ്റൊരർത്ഥമാണ് അവിടെ ഉള്ളത്. മെറ്റഫോറിക്കലി, സാദൃശ്യമായി, എക്സോൾട്ടേഷൻ, ഉയർച്ച എന്ന നിലയിൽ, ലിഫ്റ്റിംഗ് അപ്പ് ടു എ ഹൈ പൊസിഷൻ, സ്ഥാനം കൊണ്ട് ഉയർത്തുക, ഓണർ, ബഹുമാനം കൊണ്ട് ഉയർത്തുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഈ 2 അർത്ഥത്തിലും യേശു ഞാനോ ഉയർത്തപ്പെട്ടാൽ എന്ന് പറയുന്നതിന് അത് അന്വർത്ഥമാണ്. സ്തോത്രം.
അതിന് സാധുതയുണ്ട്. കൂടെ വരുന്നുണ്ടല്ലോ, വേഗം കൂടുതലില്ലായിരിക്കുമല്ലോ. ഓക്കെ, സ്തോത്രം. അപ്പൊ യേശു പറയുന്നു, ഞാനോ ഉയർത്തപ്പെട്ടാൽ. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ മഹത്വീകരണത്തെക്കുറിച്ചുമാണ് ആ പറയുന്നത്. ഞാനോ ഉയർത്തപ്പെട്ടാൽ എന്ന് പറയുന്നതിന് ഈ രണ്ട് അർത്ഥങ്ങളുമുണ്ട്. ഒന്ന്, ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ്. That means he was lifted up from the ground. That was a typology of Moses lifting up the brazen serpent, that the snake-bitten Israelites be saved from death. വിഷദംശനമേറ്റ ഇസ്രായേൽ മക്കൾ മരിക്കാതിരിക്കേണ്ടതിന് മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ നോക്കുന്നത് പോലെ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന, ക്രൂശിൽ ഉയർത്തിയ ആ ഒരു ഭാഗമുണ്ട്. അതിനൊന്നാമത് അതാണ് ഞാൻ ഉയർത്തപ്പെട്ടാൽ. രണ്ടാമത് അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ മഹത്വീകരണമാണ്, ഗ്ലോറിഫിക്കേഷൻ, എക്സോൾട്ടേഷൻ ഓഫ് ജീസസ്. നമ്മളിപ്പോൾ എബ്രായർ 9-ാം വാക്യത്തിന്റെ അവസാനത്തിൽ കണ്ടതുപോലെ, സ്തോത്രം, യേശുവിനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം, മഹത്വവും ബഹുമാനവും അണിഞ്ഞ. എഫേസ്യർ 1:20 മുതൽ കാണുന്നത് പോലെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നാമത്തിനും അത്യന്തം മീതെ ഇരുത്തപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ. സ്തോത്രം, ആ ഒരു അവസ്ഥ. അതുപോലെ തന്നെ നാം കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ ആ കാര്യം പ്രസംഗിക്കുന്നുണ്ട്. സ്തോത്രം, അവിടെയും നാം കാണുന്നത്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശുവിനെ ദൈവം, ബാക്കി പറയാമോ? കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. സ്തോത്രം, അവനെ ഉയർത്തി. സ്തോത്രം, കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. അപ്പോൾ ഇവിടെ എല്ലാം നാം കാണുന്നത് യേശുക്രിസ്തുവിന്റെ തേജസ്കരണവും മഹത്വീകരണവുമാണ്. ഇങ്ങനെ യേശുവിനെ ഉയർത്തിയത് കൊണ്ട് ആർക്കും യേശുവിനെ കാണാം, ആർക്കും യേശുവിനെ നോക്കാം. സ്തോത്രം, ഈ രണ്ട് കാഴ്ചകളും നമുക്ക് അത്യാവശ്യമാണ്. സ്തോത്രം, എബ്രായർ 2:9 വാക്യത്തിൽ ഈ രണ്ടിലധികം കാഴ്ചകളെ നമ്മൾ കണ്ടുവല്ലോ. ഒന്ന്, യേശുക്രിസ്തുവിന്റെ താഴ്ച നമ്മൾ കണ്ടു. 2, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നമ്മൾ കാണുന്നു. 3, യേശുക്രിസ്തുവിന്റെ മഹത്വീകരണവും കാണുന്നു. ഈ 3 കാഴ്ചകളും സുവിശേഷത്തിന്റെ അന്തസത്തയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്തോത്രം, Hebrews 2:9 gives us a 3D vision of Jesus, a threefold vision. One is his humility and humiliation, both. Humility. Jesus emptied himself and he was made a little lower than the angels. Second one, his humiliation and his crucifixion. And also the third vision is there, his exaltation, glorification. ഈ 3 കാര്യങ്ങളും നമ്മൾ കാണുന്നു. സുവിശേഷത്തിന്റെ അന്തസത്തയാണത്. സ്തോത്രം, അങ്ങനെ യേശുവിനെ ഏറ്റവും
ഉയർത്തി. സ്തോത്രം. അത് യേശു കർത്താവ് തന്നെ പറഞ്ഞു. ഇന്നും നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. എന്തുമാത്രം ചെയ്താൽ മതി? നമുക്കാരെയും രക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആരെയും രക്ഷിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. നമുക്ക് എന്ത് ചെയ്താൽ മാത്രം മതി? യേശുവിനെ ഉയർത്തിയാൽ മാത്രം മതി. സ്തോത്രം. യേശുവിനെ ഉയർത്തിയാൽ മാത്രം മതി. സ്തോത്രം. കാരണം നമ്മളല്ല യേശുവിങ്കലേക്ക് ആരെങ്കിലും ആകർഷിക്കുന്നത്, ക്രിസ്തു തന്നെയാണ്. അതിനുള്ള ശക്തി യേശുവിനുണ്ട്. സ്തോത്രം. അതിനുള്ള ശക്തി യേശുവിനുണ്ട്. ഏറ്റവും സുവിശേഷ വിരോധിയായിരുന്ന ശൗലിനെ മറ്റാരുമല്ലല്ലോ രക്ഷയിലേക്ക് നയിച്ചത്, യേശു തന്നെയല്ലേ. സ്തോത്രം. അതെ, ഇന്നും നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്, എത്ര വല്ലാത്ത അവസ്ഥകളിൽ കിടക്കുന്നവരോടായാലും, എത്ര ആവശ്യങ്ങളിൽ കഴിയുന്നവരോടായാലും, നമുക്ക് യേശുവിനെ പറ്റി മാത്രം പറഞ്ഞാൽ മതി. യേശുവിൻ്റെ മനുഷ്യ ധാരണവും ജഡധാരണവും ക്രൂശിലെ മരണവും ഉയർത്തെഴുന്നേൽപ്പും തേജസ്കരണവും നാം മറ്റുള്ളവരോട് അറിയിച്ചാൽ മതി. സ്തോത്രം. ആ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിന് തന്നെ അധികാരമുണ്ട്, ശക്തിയുണ്ട് ജനത്തെ തങ്കലേക്ക് ആകർഷിക്കുവാൻ. എത്ര വിരോധികളെയും എത്ര ബുദ്ധിമാന്മാരെയും ഒക്കെ ആകർഷിപ്പാൻ നമ്മുടെ കർത്താവിന് കഴിയും. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ഏറ്റവും ഉയർത്താം. യേശുവിനെ നമുക്ക് കാണാം. രണ്ട് സംഗതികളാണ് നാം ഇന്ന് ചിന്തിച്ചത്. സീ ഓർ ലുക്ക് അൺടു ജീസസ്. We can be saved, and then we need to lift Jesus up, and Christ will attract people to himself. കർത്താവ് തന്നെ ജനത്തെ തങ്കലേക്ക് ആകർഷിച്ചുകൊള്ളും. അതുകൊണ്ട് സ്തോത്രം, നമ്മുടെ കർത്താവിനെ നോക്കി നമ്മുടെ വിശ്വാസ ജീവിതം നയിപ്പാൻ, കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പാകെ വാക്കുകൾ കൊണ്ടും അല്ല, അതിനവസരമില്ലെങ്കിലും ജീവിതം കൊണ്ടും ഉയർത്തി നമ്മുടെ കർത്താവിനെ മഹത്വീകരിപ്പാനും നമുക്കിടയാകട്ടെ. എങ്കിൽ കർത്താവ് തന്നെ അനേകരെ കർത്താവിങ്കിലേക്ക് ആകർഷിക്കും. അനേകർ രക്ഷിക്കപ്പെടുവാൻ അത് മുഖാന്തരമാകും. സ്തോത്രം. നാം യേശുവിനെ കാണുന്നു, ഉയർത്തപ്പെട്ടവനായി, ക്രൂശിക്കപ്പെട്ടവനായി, തേജസ്കരിക്കപ്പെട്ടവനായി. ഇനിയും നാം നമ്മുടെ കർത്താവിനെ മുഖാമുഖം കാണുന്ന ദിവസവും അടുത്തിരിക്കുന്നു. ആകയാൽ നമുക്ക് നമ്മുടെ കർത്താവിനെ നോക്കി, യേശുവെ നോക്കി ജീവിച്ചിടുക എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ നമുക്ക് കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ച്, ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണ് പറിക്കാതെ ക്രിസ്തുവിനെ തന്നെ നോക്കിയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തും കൊണ്ട് നമ്മുടെ നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.